Welcome to Cutie the Beauty Soap and DS Vinoni Hair Color Shampoo. Co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Digital Hub. Co-powered by Asian Paints, Ultimac Antiseptic Disinfectant Liquid, Foot Locker. Special partner Sopic. നമ്മള് സാധാരണ ഈ LED ഒക്കെ പിളർന്ന് അല്ലേ ഭയങ്കര ജാടയില് സ്ലോ മോഷനിലൊക്കെ അവരെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇട്ട് നടന്നു വരുമായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി എല്ലാം കഴിഞ്ഞു. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ടല്ല ഷിട്ടോ. എന്താണെന്നറിയോ, നമ്മൾ മത്സര ചൂടിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ സ്റ്റാർ കപ്പിൾസ് നമുക്ക് വെൽക്കം ചെയ്യാം. കമോൺ ഷിട്ടോ, നമുക്ക് നമ്മുടെ 8 സ്റ്റാർ കപ്പിൾസിനെ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ്. ഹായ്, എന്തല്ല എല്ലാവരും സുഖല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? തിരിച്ചുള്ള മറുപടി ഓരോ ടാസ്കിന് വരുമ്പോ ഞാൻ ചോദിച്ചോളാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മൂത്താശാനെ വിളിക്കാം അല്ലെ? മൂത്താശാൻ ചേച്ചി വന്നാലല്ലേ നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ മൂത്താശാൻ ജിപി. ഇത്രയും കാലം എപ്പിസോഡിന്റെ തുടക്കത്തിലൊക്കെ നല്ല കുട്ടികളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്നിരുന്നു. അപ്പൊ ഏകദേശം കാര്യങ്ങൾ അറിയാം. എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പേ യൂണിഫോം ഇട്ടിട്ട് രണ്ടുപേരും അതിന് വേണം നമ്മളൊരു കൈയടി കൊടുക്കാൻ. അപ്പോ നമ്മുടെ മൂത്താശാൻ വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് വിളിക്കാനുള്ളത് നമ്മുടെ കൊച്ചിനെയാണ് അല്ലെ? ഓരോ ദിവസം കഴിയുന്നവർ നമ്മുടെ കൊച്ചു ഭയങ്കര സുന്ദരിയായിട്ട് വരുന്നുണ്ട് അല്ലെ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം ഡിപി. ഓക്കെ, അപ്പോ ഡിപി നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് കടക്കാൻ പോവാണ്. ടാസ്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരാളെ കൂടെ നമുക്ക് വെൽക്കം ചെയ്യാനുണ്ട്. നമ്മുടെ 2021 നമ്മുടെ സെക്കൻഡ് സൂപ്പർ സ്റ്റാർ കപ്പിൾസ് ആരൊക്കെയാ വിളിക്കവരെ? അവരിങ്ങനെ കാതോർത്തിരിക്കുകയാണ്. തൊടുപുഴയിലെ ചാക്കോച്ചൻ, അജിത് ആൻഡ് ഡോണ. എങ്ങനെയുണ്ട്? നിങ്ങൾ ഹാപ്പി അല്ലേ? സൂപ്പർ സ്റ്റാർ ഗാലറിയിൽ ഇരിക്കുമ്പോ എന്താ തോന്നുന്നേ? വല്ലാത്തൊരു സുഖം, ഇവിടുന്ന് എണീക്കാനേ തോന്നണില്ല. നീ ഞാൻ സന്തോഷം ചേർത്ത് പറയട്ടെ, ഈ സുഖം കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. സാധാരണ സൂപ്പർ സ്റ്റാർ ഗാലറിയിലെ സൂപ്പർ സ്റ്റാർ കപ്പിൾസ് ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് ഫുൾ ഉണ്ടാവും അല്ലേ? അജിത്തെ, ഡോണ, നിങ്ങൾ വന്ന സമയം ശരിയാണോ അതോ നിങ്ങളുടെ സമയം ശരിയാണോ നമുക്കറിയത്തില്ല. ഈ ഒരു റൗണ്ട്, അതായത് ഇവരിപ്പം മത്സരിക്കുമല്ലോ, അപ്പൊ ഇവരിൽ ഒരാൾ ജയിക്കുമല്ലോ. അപ്പൊ ഇവര് ജയിക്കുന്ന ആരാണോ ആ ആളാണ് അടുത്തായിട്ട് സൂപ്പർ സ്റ്റാർ ഗാലറി ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ടാസ്കിന്റെ പേര് പറച്ചിട്ടു. അതെനിക്കറിയത്തില്ല. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു ടാസ്കിന്റെ പേര് പറയാൻ. പക്ഷെ ഞാനൊരു 2 മിനിറ്റ് കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാൽ എന്റെ ചെവികളിലേക്ക് ആ ടാസ്കിന്റെ പേരെത്തുന്നതായിരിക്കും. കിട്ടി, എനിക്ക് ആ ടാസ്കിന്റെ പേര് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ടാസ്കിന്റെ പേരാണ് തലയണ മന്ത്രം. പലതരം പില്ലോ ഫൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പില്ലോ ഫൈറ്റ് ആയിരിക്കും നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള സാധന സാമഗ്രികൾ, കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് ഇവിടെ റെഡിയാണ്. ആദ്യം വരാൻ പോകുന്നത് ഭർത്താക്കന്മാരായിരിക്കും. ഈ ഫൈറ്റില് ആരാണോ ജയിക്കുന്നത് ആ ജയിക്കുന്ന ആള് ഈ ഇരിപ്പിടത്തിൽ തുടരും. അപ്പം ആദ്യമായിട്ട് ഇവിടേക്ക് മത്സരിക്കാൻ വരുന്ന ആ പവർ ആൾക്കാരെ വിളിക്കിട്ടോ. ഇതിനു മുമ്പ് മാറിന്നോ? വീണത് സാറിൽ ഒറ്റ അടിച്ചോ? എന്തോ മിന്നു വാഞ്ഞു പോയാൽ നല്ല സുഖമുണ്ടല്ലേ കിടക്കാൻ? അല്ല, ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? പാവം ഞങ്ങളുടെ രഞ്ജിത്തിനെ ഒരു ദയവില്ലാതെ കീഴ്പ്പെടുത്തി വിജയശ്രീലാളിതനായിട്ടിരിക്കുന്ന ഇക്കയുടെ മുമ്പിലേക്ക് കയറി ഞങ്ങൾ ഇറക്കുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ പൊടിമീശക്കാരൻ ബിബിൻ അച്ചായൻ.
അച്ചായന് ഒരു നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല, വേറൊരു ദിവസത്തെ പോലെ കടന്നു പോകും. പക്ഷെ അച്ചായന്റെ ഒരു യെസ്. ഓക്കെ, റെഡി അച്ചായ? റെഡി? 2, 1, go! അടി, അച്ചായ, വിപിൻ, come on! Come on, come on! നിസാർക്ക, ഒരു റൗണ്ട് ജയിച്ചു, ഈ റൗണ്ട് തോറ്റു. പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു റൗണ്ടിലെ ബിബിൻ അച്ചാൻ എങ്ങനെയുണ്ടായിരുന്നു? performance. ബിബി ഭയങ്കര ഫോമാ ആണല്ലേ? പിടിച്ചിട്ടില്ല. ഇത്താ സാരമില്ല, ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ബിബിനെ തല്ലി താഴെ ഇടുന്ന ചിലപ്പോ ഇത്തായിരിക്കും. പറയാൻ പറ്റില്ല. ആ ദേഷ്യം മനസ്സിലിങ്ങനെ വെച്ചോ, വെച്ചിട്ടുണ്ട് അത് വീട്ടാനുള്ള. രഞ്ജിത്തിനെ തോപ്പിച്ച് വിജയത്തിന്റെ കൊടുമുടിയിൽ നിന്ന നിസാർക്കെ തല്ലി തരിപ്പണമാക്കി അച്ചാൻ നിലം പതിച്ച് നശിപ്പിച്ച നിലം പരിശാക്കി നിലയുറപ്പിച്ച് അച്ചായന്റെ അടുത്തേക്ക് നമ്മൾ ഇറക്കുന്നു. പള്ളിക്കര പഞ്ചായത്തിന് വേണ്ടിയിട്ട് ക്വാർട്ടർ നമ്പർ 3. അച്ചായ റെഡി? അച്ചായനെ തകർക്കാൻ ഇവിടെ ഒരാളെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ പറയാം. റെഡി? അക്കോ തലയാണ കയ്യിൽ തെറിച്ച് എന്റെ തലയിൽ ഇരിക്കരുത്. ശിവനെ, ഇത് ഏത് ജില്ല? വല്ലാണ്ട് തളർന്നു പോയെന്നറിയാം. കരുത്തനായ നിസാർഖാനെ തോപ്പിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മടുത്തുപോയി. നിഖിൽ എങ്ങനെയുണ്ട്? നിഖിൽ അടിപൊളി. അവൻ വീഴൂല, അവൻ വീഴൂല. ഓക്കെ, സ്വയം എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ പതുക്കെ എഴുന്നേറ്റ് കറങ്ങിക്കും. ഭർത്താക്കന്മാരുടെ അവസരം കഴിഞ്ഞു. നിഖിൽ അവരെ വിജയശ്രീലാളതിനായി നിപ്പുണ്ട്. ഇനി ഭാര്യമാരെ രക്ഷിക്കും. ശരിക്കുള്ള യുദ്ധം. ഓക്കെ, വാഗോണ്ടല്ല, പില്ലോ കൊണ്ട്. അടുത്തതായി ഈ സ്റ്റേജിനെ തീ വരുത്താൻ, തീപ്പൊരി പാറിക്കാൻ ഈ സ്റ്റേജിലേക്ക് വരുന്നു ജെസ്ന ആൻഡ് ലെന. Lena, are you ready? Yes. Okay. Jessna, are you ready? Yes. Settle. Yeah. 3, 2, 1. Whistle again. Go! അടിച്ചോ. പെട്ടെന്ന് വന്നല്ലോ. ഒരു കൈ തരഞ്ഞു. ജസ്റ്റ് വീണത് സ്റ്റൈലില്ല കേട്ടോ. വന്നിവിടെ എന്തുകൊണ്ട് വിശേഷം വന്നപ്പോ പാവമായിട്ടാണല്ലോ വന്നത്, പക്ഷെ പവറാണല്ലോ. കൊള്ളാല്ലേ? തല്ലി തരിപ്പ് നോക്കാൻ അടുത്ത ആരെ വേണം? റിജി. ഓക്കെ, ലെനയോട് മത്സരിക്കാൻ നമ്മൾ അടുത്ത ആളെ ഇറക്കാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം റിജി. Come on, Reggie. Ready? 3, 2, 1, action! കൊല്ല്. റിജി. ലേന. ആവശ്യം. അടി.
എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. റിജി ചെറുതാണെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു മത്സരം? സൂപ്പർ അടിപൊളി. മൊത്തം സൂപ്പർ ആയിരുന്നല്ലേ? പ്രതികാരത്തിനുള്ള സമയമാണ്. ഓർമ്മയുണ്ടല്ലോ ഭർത്താക്കന്മാരുടെ മത്സരം ആദ്യം നടന്നപ്പോ ഇവിടെ ആരായിരുന്നു? രഞ്ജിത്ത്. അവിടെ ഇവിടെ ആരെ തല്ലി താഴെ ഇട്ടു? ഓർത്തെടുക്ക്. എന്നെ കെട്ടിയോനെ. തല്ലി താഴെ ഇട്ടു. ഇനി ഇവിടെ വരാൻ പോകുന്നത് ആ തല്ലി താഴെ ഇട്ട കെട്ടിയോന്റെ ഭാര്യ ഇത്ത. സെറ്റല്ലേ? രഞ്ജിത്തിനെ മറിച്ചിട്ട് തന്നെ പ്രതികാരം റിജിക്കുണ്ട്. ഇതൊരു പ്രതികാരപൂർവമായ ഒരു മത്സരമായിരിക്കും. ഓക്കെ, റെഡി? 3, 2, 1 ആക്ഷൻ! Come on! Oh, Ita, come on! Ita, ഇത് കൈകൊട്ടി കളിയല്ല. Come on! അയ്യോ, കൈ 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 കൈ. ഒരു മിനിറ്റ് എടുത്ത് കുലുക്കല്ലേ ഒരു മിനിറ്റ്. എന്താ സംഭവം നോക്കിയതിന് ശേഷം കൈ. റിജി വിചാരിച്ച പോലെ അല്ലല്ലേ? അല്ലല്ല, ഇത്തിരി ഉള്ളെങ്കിലും. ആണല്ലേ? എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യുന്ന റിജിക്ക് ഒരു ഉഗ്ര കഴിഞ്ഞു കൊടുക്കാം. വരുമ്പോ വിറച്ച വന്നെങ്കിലും. ഓക്കെ, അപ്പൊ ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ജയിച്ച നിഖിലും ഭാര്യമാരുടെ കൂട്ടത്തിൽ നിന്ന് ജയിച്ച റിജി. റിജി കൊല്ലണ്ട, വലത് കാൽ വെച്ച് കേറിക്കാം. നിക്കൊന്നുമില്ല പറഞ്ഞുതരാൻ. കൊച്ചിനെ നോക്കിക്കോളെ കേട്ടോ. 3, 2, 1 ഗോ. കഴിഞ്ഞ ആഴ്ച എനിക്ക് അടിക്കടി രഞ്ജിത്തിന്റെ തലയ്ക്ക് ഉണക്കി കടിച്ച പോലെ അടി. Come on! Come on, Ricky, come on! Ricky, come on! രുചി, എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു പ്രകടനത്തെ? അല്ല, എന്തിപ്പോ ഇവിടെ സംഭവിച്ചത്? നമ്മള് മലത്തി അടിച്ച ആളുടെ സൈസ് നോക്കി കണ്ടോ? ഇനി ഞാൻ ഇവരോട് വഴക്കുണ്ടാക്കിയല്ലേ? ഉണ്ടാക്കരുത്. ഇല്ലില്ല, നിർത്തി. ഇത് രഞ്ജിത്തിനുള്ളൊരു താക്കീതായിട്ട് വേണം നമ്മൾ എല്ലാരും കണക്കാക്കാൻ. സകൃതകൃതമായ നാട്ടുകാരെ, റിജിയുടെ ബലത്തിൽ, റിജിയുടെ മാത്രം ബലത്തിൽ ഈ തലയിണം മന്ത്ര റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് റിജിയും രഞ്ജിത്തും. ഈ ഫ്ലോറിൽ ഒരുപാട് ഗെയിംസ് നടന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഗെയിമില് മത്സരിച്ച കണ്ടസ്റ്റന്റ്സിനേക്കാൾ കൂടുതൽ ആവേശത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ് ഇരിക്കുന്നത് ഞാൻ കാണുന്നത്. പക്ഷെ ടോട്ടലി ഒരു ഫ്ലോറിന്റെ എനർജി അപ്ലിഫ്റ്റ് ചെയ്തൊരു ഗെയിമാണ്, അത് പറയാതിരിക്കുന്നത്. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? വളരെ ആവേശം നിറഞ്ഞു. കണ്ടോ, ഇപ്പോഴാ ഹാങ് ഓവർ മാറിയിട്ടില്ല. സൂപ്പർ സ്റ്റാർ കപ്പിൾസിന് എന്ത് തോന്നുന്നു? അടിപൊളിയായിരുന്നു. ചേച്ചി വേറെ ലെവലായി പോയി. പൊളിച്ചടിക്കുക, ഒന്നും പറയാനില്ല. നിങ്ങളുടെ സീറ്റിന് ഇവരാണ് ഇരിക്കാൻ പോകുന്നത്. എന്നിട്ട് നല്ല സന്തോഷം. നമ്മുടെ സ്വന്തം രഞ്ജനല്ലേ, കുഴപ്പമില്ല, ഇരുന്നോട്ടെ. ഇതാണ് കുഴപ്പമില്ല, ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ അനുമതി ഒന്നും കൊടുക്കാനില്ല. നിങ്ങളെ ഇപ്പൊ ചവിട്ടി പുറത്താക്കേണ്ടിവരിക്കും. കുറ്റവും ശിക്ഷയും പാർട്ട് 2. അപ്പൊ നമ്മൾ ബ്രേക്കിന് പോയ സമയത്ത് ഇവരെല്ലാവരെയും കൊണ്ടും നമ്മൾ എതിർ കണ്ടസ്റ്റന്റ്സിനെ പറ്റിയിട്ടുള്ള 3 കുറ്റങ്ങൾ ഒരു പേപ്പറിൽ നല്ല വൃത്തിയായിട്ട് എഴുതിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അതിപ്പോ നമ്മൾ കളക്ട് ചെയ്യും, നമ്മളത് വാങ്ങിക്കും.
ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അജിത്ത് ഒരു അലവലാതിയാണ്. പിന്നെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടാവാം. അപ്പൊ ഞാനത് വായിക്കും. ഇത് ആരാ എഴുതിയെന്ന് അജിത്ത് ഇങ്ങനെ നോക്കണം. ഇത് ചിലപ്പോ സഞ്ജു ആയിരിക്കും എന്ന് പറഞ്ഞ് നേരെ സഞ്ജുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ശിക്ഷാവിധി അജിത്ത് സെലക്ട് ചെയ്തിട്ട് ആ ശിക്ഷ നീ എന്നെ അങ്ങനെ വിളിക്കുവോടാ എന്ന് ചോദിച്ച് ശിക്ഷ നടപ്പിലാക്കുന്നു. എന്നിട്ട് നമ്മൾ നോക്കും അത് സഞ്ജു ആകാം, സഞ്ജു ആകാതിരിക്കാം. സഞ്ജു ആണെന്നുണ്ടെങ്കിൽ സഞ്ജുവിന് അത് കിട്ടേണ്ട ഒരു പണിഷ്മെന്റ് ആണ്. സഞ്ജു അത് വാങ്ങിച്ച് കിട്ടുക. ഓക്കെ. ഇനി സഞ്ജു അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സഞ്ജു അല്ലെങ്കിൽ ലക്ഷ്മിക്ക് അജിത്തിന്റെ വൈഫിനൊരു ശിക്ഷ കൊടുക്കാം. അപ്പൊ മൊത്തത്തിൽ രണ്ടുപേരായി. അതൊരു നല്ല ഐഡിയ ആണ്. അപ്പം നമ്മള് ബ്രേക്കിന്റെ സമയത്ത് എല്ലാവരെയും കൊണ്ടും കുറ്റം എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കളക്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. ഓക്കെ. ഒന്നാമത്തെ കുറ്റം. ഓ, ഇതൊരു കുറ്റമാണോ? മീത്തൊരു മണ്ടനാണ്. ദൈവമേ, ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു മണ്ടനാണ്. അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയണ്ട. മീത്ത് ഒരു മണ്ടനാണ്. ഇത് ആരാർക്ക് എഴുതിയിട്ടുണ്ടാവും? മീത്തെ ആളുടെ അടുത്തോട്ട് ചെല്ല്. ലക്ഷ്മി. കൊടുക്ക്. ഇതിലേത് ശിക്ഷ? ഏത് ശിക്ഷ ലക്ഷ്മിക്ക് കൊടുക്കണം? ഇതൊരു ബെൽറ്റാ. അരയിലോട്ട് കെട്ടും. എലാസ്റ്റിക് എങ്ങനെ ബാധിച്ചിട്ട് ലക്ഷ്മി ഈ ആഭരണം അണിയുക. എടി കുരിപ്പേ, നീ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലേ? എങ്ങനെ? അതല്ല ചോദിക്കണം. ഇനി മേലാൽ എന്നെ വിളിക്കാൻ പാടില്ല. മണ്ടൻ. ഞാൻ മണ്ടനല്ല. അല്ല, മണ്ടൻ അവിടെ ഉണ്ട്. എല്ലാം വലിച്ചു വിട്ടു. റെഡി, ആക്ഷൻ. ഓരോ തവണ ഇരിക്കുമ്പോഴും ഇനി അവനെ ഓർക്കണം. ഓക്കെ. അങ്ങനെ ഇനി മേലാൽ മീത്തിനെ മണ്ടനെന്ന് വിളിക്കരുത്. ഓക്കെ. എടാ മണ്ട, ഇത് അവളാ. നിനക്ക് എന്തോ ഒരു ഉറപ്പ്? അവളല്ല. ആഹ്ലാദിപ്പിൻ. അത് എഴുതിയത് ലക്ഷ്മി അല്ല. അത് എഴുതിയത് ആരോ? അത് എഴുതിയത് അജിത്താണ്. സഞ്ജു, ഞാൻ കാര്യം പറയട്ടെ. ആ ബോക്സിംഗിന്റെ സാധനം കയ്യിലിട്ടിട്ട് ഈ ക്രീമിനകത്ത് മുക്കിട്ട് ഇടിക്കവളെ. വേണ്ട, ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ നീ മണ്ടനാന്ന്. മനസ്സിലായല്ലോ. എനിക്കത് കേട്ടാ മതി. ഇതെന്തോ സാധനം? ക്ലിപ്പുണ്ട്. ക്ലിപ്പ് എല്ലാം മുഖത്ത് ആ ക്ലിപ്പ് മതി. ഒരു കാര്യം ചെയ്യാം. രണ്ടുപേർക്ക് കൂടി കൊടുക്കാം. രണ്ടുപേർക്കും കമ്പനി പെട്ടെന്ന് ചിലപ്പം ഇങ്ങനെ റൂളുകളൊക്കെ മാറ്റി. ആദ്യമേ നാക്കൊന്ന് നീട്ടി. നാക്ക് വേണ്ട. മുറിഞ്ഞു പോയാലോ? മിരി, എന്താ പറയാനുള്ള മീത്തിന്റെ ഒരു ബുദ്ധിപൂർവമായ പ്രവർത്തിയെ പറ്റി? എനിക്ക് നാക്കിൽ വേണ്ട, വേറെ എനിക്ക് നാക്കില്ല. ശരി, ഓക്കെ. നമുക്ക് പയ്യെ സൈസേ ഉള്ളൂ മൂക്കിന്. അവനെ വേദനിപ്പിക്കാൻ നമുക്ക്. സൗണ്ട് കിട്ടട്ടെ. ഓക്കെ. താടി. ചെവി. ഇനി ബാക്കി മീത്തിന് കൊടുക്കാം. അവന്റെ കവിളത്ത് വേണം. കവിള്. ഒരെണ്ണം മൂക്കിന്. ചിരി കാണിക്കേ. ഈ എലാസ്റ്റിക് വലിച്ചു വിട്ടപ്പോ നീ ആലോചിച്ചില്ലല്ലേ? തുടര്. അടി. എലാസ്റ്റിക്കുമായിട്ട് വരച്ച് നീ ആ LED പുറകിൽ വരെ പോയി. മണ്ടനെ. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ. എവിടുന്നൊക്കെ പണി വരാൻ സാധ്യത ഉണ്ട്, എങ്ങനെയൊക്കെ ആ പണി ഡൈവേർട്ട് ആകുമെന്ന്. ഓക്കെ. കാണുന്ന ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്.
അടുത്ത കുറ്റം വായിക്കാനുള്ള സമയമാണ്. സുമിത്ത് നേരെ കണ്ടാ പോലും സംസാരിക്കത്തില്ല. എന്തൊരു സ്വഭാവം അല്ലേ? ഓ അഹങ്കാരം. നേരെ കണ്ടാ പോലും സംസാരിക്കില്ല. അവൻ ആരാന്ന് അപ്പൊ തന്നെ കിട്ടി. പിടിച്ചോ. ഒറ്റയടി കണ്ടുപിടിച്ചോ സുമിത്തെ? ആരാ? ആരാ? അജിത്ത്. ആ come on. വാ. നീ ഭയങ്കര അപ്പൊ നിനക്ക് മനഃപൂർവ്വമാണ് നീ അപ്പൊ സംസാരിക്കാത്ത അജിത്തിനോട്. അത് ശരി. Yes. ഏത് പണിഷ്മെന്റ് ആണ് ഇതോ അത്? ഈ സാധനം കൈ ഇട്ടിട്ട് കെട്ടിയിട്ട് അതിനകത്ത് മുക്കിയിട്ട് ഇടിക്കാം. ഇതും. അതും അത് മതിയോ? ഓക്കെ റെഡി. എടാ നീയല്ലേ എഴുതിയത്? ഞങ്ങളുടെ അജിത്തിനോട് ഒരു വാക്ക് പോലും ഉരിയാടാതെ നടന്നു. ജാടാ. ഓക്കേ. ഐഡിയ. എന്റെ മോനെ. ഇനി ചോദിക്ക്, ഇനി ഇനി മേല ഇങ്ങനെ മിണ്ടാത്ത കാര്യം സഭയിൽ പറഞ്ഞ ഇടിച്ചോ ഇടിച്ചോ ഇടിച്ചോ. ഓക്കെ അല്ലേ? ഓക്കേ. ആടിപ്പൊളി. ഇനി ഈ കുറ്റം പറഞ്ഞിരിക്കുന്നത് അജിത്തല്ല. നിന്റെ ഊഹം എല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു. ഇവിടെ വരെ എത്തി, പക്ഷെ അവിടേക്ക് എത്തിയില്ല. അത് പണിഷ്മെന്റ് നിനക്കുമുണ്ട്, നിന്റെ ഭാര്യയ്ക്കുമുണ്ട്. ആര് തരും? ആര് തരും? ഡോണ തരും. ഡോണ. ഡോണ. Come on, ഡോണ. ഏത് പണിഷ്മെന്റാ? ഡോണ തീരുമാനിക്കും. എനിക്ക് ഈ ടീഷർട്ടിന്റെ ബലൂൺ ഇട്ട് കുത്തിപ്പിടിക്കും. മതിയോ? രണ്ടുപേർക്കും ഓക്കെ റെഡി. കുത്തി പൊട്ടിക്ക്. എടാ കാറിക്കൂവി ഇവിടെ അനങ്ങാതെ നിന്ന്. ഇവിടെ കിടന്ന് കാറിക്കൂവി നിലവിളിച്ച്. കുത്തുകൊണ്ടോ? ഇല്ല. പിന്നെ നീ എന്തിനാ കാറിയേ? കാറി പോയതാ. എന്ത് ധൈര്യത്തോടെ നിന്നല്ലേ ഹിമ? ധൈര്യം കൂടി അങ്ങ് ഫ്രീസായി പോയതാ. ഓക്കെ, പിന്നെയും നമ്മൾ അടുത്ത കുറ്റം പറയാൻ പോവാണ്. ഇത്തവണ ആർക്കുള്ള കുറ്റം വെച്ചിട്ടു? നീത്തിനുള്ള കുറ്റ. ആ, അസ്ഥാനത്തുള്ള കോമഡി അടിയാണ് നീത്തിന്. ഇനി മേലാ നീ അസ്ഥാനത്ത് കോമഡി പറയരുത്. അസ്ഥാനത്ത് കോമഡി അടിച്ച ഞങ്ങള് ചത്തൊടുക്കിയിട്ട് പറയും നീ അസ്ഥാനത്ത് കോമഡി പറയാതിരിക്കുന്നത്. അസ്ഥാനത്തുള്ള കോമഡി നീത്ത് പറഞ്ഞെന്ന് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അല്ല ഈ അസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ ശരി? നീത്തെ വളരെ സിമ്പിൾ ആണ്. അസ്ഥാനം എന്ന് പറഞ്ഞാൽ നീ കോമഡി അടിക്കാറില്ലേ? അതൊക്കെ അസ്ഥാനമായിരിക്കും. അതാരായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് കണ്ണോടിക്കും. സഞ്ജു. സഞ്ജു നല്ല രോമോള കയ്യ. തന്നെ പോലെ. കയ്യിൽ ഓൾറെഡി ചെയ്ത്. പിന്നെ എവിടാ കൈ കാർ പാർക്കിംഗ് ഒരു സ്ഥലമുണ്ട് അവിടെ. ഇതാണ് അസ്ഥാനത്തെ കോമഡി. മനസ്സിലായോ? നിർത്താനാണ് പറഞ്ഞത്. ഡി പി എന്താ ചെയ്യേണ്ടത്? ചൂടാക്കണോ? അന്ന് ചൂടാക്കി ഡി പിയെ കാണും. ദീപിക്ക് അല്ലെങ്കിലും അതെ വാക്സിന്റെ പണിഷ്മെന്റ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മീത്തെ നീ ചെവിന്ന് വിളിക്കൂ. ഇതല്ല മിത്തെ നല്ല പോലെ ഒട്ടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കാണിക്കണം. മനസ്സിനെ പാകപ്പെടുത്തുക. സഞ്ജു നിനക്ക് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. നീ ഓക്കെയാണ്. നീ ഓക്കെയാണ്. നിന്റെ ജീവിതം ഓക്കെയാണ്. റെഡി അല്ലേ? Ready? 3, 2, 1, go. ഇല്ലെന്ന് വായിക്കുന്നു. അത് എഴുതിയത് ലക്ഷ്മിയാണ്. എനിക്ക് വാക്സ് തന്നെ മതി. മതി മതി മതി. അതാണ് ഇവിടെ. അതാണ് ഫോട്ടോ. മതി. ദേ ഇരിക്കുന്നു. ഇവന്റെ ദേഹത്ത് എവിടെ വെക്കും വാക്സിൻ? എന്റെ പാവ സഞ്ജേട്ടന്റെ കയ്യിലെ രോമം മൊത്തം വലിച്ചെടുത്തിട്ട് ഇപ്പൊ സുഖം അറിയണം കേട്ടോ. നല്ല പോലെ കൈ ഞാൻ പിടിക്കും. കൈ ഞാൻ പിടിക്കും. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. 3, 2, 1.
അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. അമ്മച്ചി ആ അമ്മച്ചി വിളി അവിടെ കേട്ടായിരുന്നു. അപ്പൊ നീ ചിരിച്ച്. ഭർത്താവിനോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയണം കേട്ടോ. മറ്റുള്ളവരുടെ ഭർത്താവിന്റെ നേരെ ചാടരുതെന്ന് പറയണം കേട്ടോ. ഓക്കെ 3, 2, 1 കണ്ടാ സില്ലി ആയിട്ട് ഞങ്ങളൊക്കെ കണ്ട മിറിയാ. കണ്ടാ ഇതേപോലെ നിൽക്കണം, കിടന്ന് കാറരുത്. നല്ല പെടക്കണ ഒരു കുറ്റം കിട്ടിയിട്ടുണ്ട്. റെഡി സിറ്റോ. അജിത്തിന്റെയാണ് കുറ്റം. അജിത്തെ അജിത്തിന് ഭാര്യയെ പേടിയാണ്. അജിത്തെ ഭാര്യയെ പേടിയാണോ? അജിത്തെ അങ്ങനെ സംഭവമില്ല. അത് ആരായിരിക്കും എഴുതിയിട്ടുണ്ടാവാ? എന്നെ പറ്റി അങ്ങനെ എഴുതിയേക്കണത് കള്ള രസം. ലക്ഷ്മിയാ. ലക്ഷ്മി. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവരല്ലേ എന്നെ എങ്ങനെയാ കണ്ടേക്കുന്നത്. ഈ കൊതിയും ഞൊണയൊക്കെ പറയുന്നത് ഞാനാണ് ഇപ്പൊ എല്ലാവരുടെയും വിചാരം. എനിക്ക് മനസ്സിലാക്കി. അജിത്തെ ഏതാണ് പണിഷ്മെന്റ്? സഞ്ജു ആടയാഭരണം അണിയിക്കൂ. അങ്ങനെ മേലെ പറയുന്നുണ്ട്. എല്ലായിടും വലിയ അവമാനിക്കാനോ. ഓരോന്നോരോന്ന് ഒരു 3-4 കൊടുത്തോ. ലക്ഷ്മി ഒന്ന് അടുത്തത് 2. അയ്യോ അവിടെ ഇവിടെ ശിക്ഷ കൊടുക്കാനാ പറഞ്ഞത്. അവിടെ പോയി ഉരുട്ട് വീഴാത്തല്ല. ഓക്കെ മതി 3. മതി പാവല്ലേ പാവം. അജിത്ത് ഇവിടോട്ട് നിന്നു. ബാ ലക്ഷ്മി ബാ. ലക്ഷ്മോള് വാ. കണ്ണിൽ നിന്ന് പൊടിഞ്ഞ ഓരോ തുള്ളി കണ്ണുനീരിനും പകരം ചോദിക്കാൻ എത്തുന്നു സഞ്ജു. അല്ല കഴിഞ്ഞില്ല. ആരാന്നൊന്ന് പറഞ്ഞോട്ടെ. അതാരാ എഴുതിയെന്നറിയോ? ഹിമ. അപ്പൊ എന്താ ചെയ്യാൻ പോന്നെ? സഞ്ജു വന്നിട്ട് സഞ്ജു പറഞ്ഞ സെലക്ട് ചെയ്യും. സഞ്ജു ഏതാ? കർപ്പൂരാണോ? കർപ്പൂരം. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അവളാന്ന് ഓർത്തേ. സോറി. എന്റെ പെണ്ണിനെ നീ സമൂഹത്തിന് മുന്നിൽ ഞാൻ മൈക്ക് പിടിച്ചുതരാം. കൊതിയും ഞൊണയുമായ ഒരു സ്ത്രീയായി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ആക്ഷേപിച്ചു. ചിത്രീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നിനക്ക് കൈ നീട്ടിപ്പിടി. ഇത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞ എന്ന് വിചാരിച്ചാ മതി. അജിത്തെ ഒന്നുമില്ല അജിത്തെ എടുത്ത് എറിയുവാണ്. സഞ്ജുവിന് തൊട്ട് അറിയണേ. ഡോണ ഇവിടെ വരും. ഡോണ വരും. ഇങ്ങനെ പിടിക്കും. ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഭാഗ്യത്തെ പറ്റി മനസ്സിൽ കരുതിക്കോ ഇല്ലേ? ഫ്ലോർ നിന്ന് കത്തും. അവസാനത്തെ കുറ്റത്തിലേക്ക് പോവാണ്. കുറ്റവും ശിക്ഷയും പാർട്ട് 2-ലെ അവസാനത്തെ കുറ്റം സുമിത്തിനെ പറ്റിയിട്ടാണ്. സുമിത്ത് ഒരു ദേഷ്യക്കാരനാണ്. ഇത് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എല്ലാവരും അതെ. എക്സ്പ്രഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. മീത്താവാനാണ് സാധ്യത. അല്ലടാ പണിഷ്മെന്റ് കൊടുക്കാം. മീത്തിനുള്ള പണിഷ്മെന്റ് ഏതാണ്? മീത്തിനുള്ള പണിഷ്മെന്റ് വാക്സ് ആണോ? ഓ പൊളിച്ചു. സെലക്ട് ചെയ്യില്ല. നോക്കുക. ചൂല് വെറുതെ ചൂലിട്ട് അടിക്കാം. ഫുൾ ഫ്ലോർ ഓടിച്ചിട്ട് അടിക്കാം. അപ്പൊ ചൂല് തന്നെ. കാര്യം ഫുൾ ഫ്ലോർ ഓടിച്ചിട്ട് അടിക്കാം. 2 ചൂലെടുത്തു. ഓക്കെ മറുഭാഗം കൊണ്ട് എന്താ നിന്റെ ഇഷ്ടം? മീത്ത് വരും. ഇനി മേലാൽ സുമിത്തിനെ ഒരു കലിപ്പൻ എന്ന് വിളിക്കരുത്. സുമിത്ത് ആക്ഷൻ. അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് നോക്ക്. ശരിക്കും സുമിത്ത് ഒരു ദേഷ്യക്കാരനാണെന്ന് പറഞ്ഞത് മീത്ത്. ഈ റൗണ്ടിലെ വിജയ് സുമിത്ത്.
എനിക്ക് ആ കർപ്പൂരം അയ്യോ ഡോണ എനിക്ക് നൊന്തൊടാതെ ശരിക്കും കർപ്പൂരം അയ്യോ, പക്ഷെ വാക്സ് വെച്ചിട്ട് വലിച്ച് ഇപ്പൊ രണ്ടെണ്ണം എന്റെ കയ്യിലാ കത്തിച്ചേണ്ട, എന്നോട് ചോദിച്ചിട്ട് നൊന്തോന്ന്. സൂപ്പർ സ്റ്റാർ കപ്പിൾസ് ഇവിടെ സുഖിച്ചിരിക്കണല്ലേ. സൂപ്പർ പരിപാടിയായിരുന്നു. ഭയങ്കര എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആ മീത്തിന്റെ കയ്യിലും കർപ്പൂരം ഒന്ന് വെച്ച് കത്തിക്കുന്നത്. ഈ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാനുള്ള ലൈസൻസ് അല്ല സൂപ്പർ സ്റ്റാർ മനസ്സിലായോ? ജീവ, ആ എന്തായാലും മീത്തിന്റെ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കണം എന്ന് പറഞ്ഞല്ലേ. Okay. സൂപ്പർ സ്റ്റാർ കപ്പിളായിട്ട് ഞെളിഞ്ഞിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമ്മളുടെ വിജയികളുമായിട്ട് നമ്മുടെ രഞ്ജിത്ത് ഒന്ന് മത്സരിക്കട്ടെ. അതല്ലേ അതിന്റെ ഒരു നല്ലൊരു ഐഡിയ. അത് നല്ലൊരു ഐഡിയ അല്ലേ? അപ്പൊ രഞ്ജിത്ത്, അപ്പൊ അടുത്ത ഇനി ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോ ഒരു യുദ്ധത്തിന് തയ്യാറായിപ്പോ. സൂപ്പർ സ്റ്റാർ ഗാലറിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ സ്റ്റാർ കപ്പിൾസിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉഗ്രൻ ടാസ്ക്. നിങ്ങൾ വിചാരിക്കും ഇത് മെറ്റഡ് ഡിസൈൻ ആണ്. അല്ല, ദിസ് ഇസ് എ നിക്കർ. മലയാളത്തിൽ എന്താ പറയാ? കളസം എന്ന് പറഞ്ഞിട്ട് ഏത് കളസ് വേറെ ലെവലായല്ലോ. എനിക്കത് കേൾക്കുമ്പോ ചിരി വരും. ഇതൊരു നിക്കറാണ്. ഇതൊരു നിക്കർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടാസ്കിന്റെ പേര് എന്താ? ടാസ്കിന്റെ പേര് ടാസ്കിന്റെ പേര് നിക്കർ വിത്ത് സ്റ്റിക്കർ. ഒരു മിനിറ്റ്, ആദ്യമായിട്ട് നിക്കർ കാണുന്ന പോലെ പെരുമാറാതെ. ഞാൻ എന്തോരം വാങ്ങിച്ചത്. റെഡി കുട്ടികളെ, ഈ നിക്കർ നിങ്ങൾ ധരിക്കാൻ പോവാണ്. രഞ്ജിത്തിന് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ഈ നിക്കർ നിങ്ങൾ ധരിക്കണം. സിമ്പിൾ ആയിട്ട് നമ്മൾ നിക്കർ ഇടുക. ഓക്കെ, പക്ഷേ ഈ നിക്കർ ഇങ്ങനെ ഇടാൻ പറ്റൂല. ഇത് ഞാനിങ്ങനെ പിരിക്കും. ഓക്കെ, അപ്പൊ ഞാനും പിരിക്കട്ടെ. ഇത്രയും ഡിസൈൻ ഉള്ള നിക്കർ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾ ഗോവയിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഗോവൻ ബീച്ചിലെ ആ ഒരു മണൽത്തരികളിൽ കിടക്കുന്ന പോലെ നിങ്ങൾ വന്നിങ്ങനെ കിടക്കണം. എന്നിട്ട് ഈ നിക്കർ കാലുകൊണ്ട് ഇടണം. അപ്പോ നിക്കർ വിത്ത് സ്റ്റിക്കർ എന്ന് പറഞ്ഞ ടാസ്കിന് ആദ്യമായിട്ട് നിക്കർ ഇടാൻ വരുന്നത് 2 പേർ. നിക്കർ നമ്പർ 1 സുമിത്. നിക്കർ നമ്പർ 2 രഞ്ജിത്ത്. Come on. ഇനി നൈസായിട്ട് കിടന്നു. ആദ്യമായിട്ടായിരിക്കും നിക്കറിന്റെ റഫറിക്കൊക്കെ. റെഡി, കമോൺ, 3, 2, 1 ഗോ. കൈ ശ്രദ്ധിക്കണം, കൈ യൂസ് ചെയ്യാൻ പാടില്ല. കൈ യൂസ് ചെയ്യരുത്. അടിപൊളി. കൈയില്ല. ബുദ്ധിപരമായ സുമിത്തിന് നീക്കം. രഞ്ജിത്തെ, കമോൺ. മുടുക്കനായി. എവനെന്ത് പറ്റി? അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. സമയം കഴിഞ്ഞു. ടൈം അപ്പ്. നിങ്ങളെ നിക്കറിട്ട് ജഡ്ജ് ചെയ്യാൻ പോകുന്ന ആരാ നോക്ക്. വേറെ ആർക്ക് കിട്ടും ഈ ഒരു സുവർണാവസരം? സുമിത് ജയിച്ചു. അങ്ങനെ പറയാം. അത് എന്തുകൊണ്ട് ജയിച്ചു? അത് എങ്ങനെയാണ് ഡിപിക്ക് ഇല്ല, ഇത് കണ്ടിട്ട് ഡിപിക്ക് എന്തായിട്ടാ തോന്നുന്നത് അത് പറയൂ. നീ നന്നായിട്ട് നീ അയ്യോ, ഇതിങ്ങനെ ചിരിച്ച് ആക്ഷേപിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് മനുഷ്യന്മാരൊക്കെ. സുമിത്തിന് കാണും. ഇനി ഭാര്യമാർ ഊഴമാണ്. ഗേൾസ്. ഓക്കെ, നിക്കർ നമ്പർ 1 വിളിക്കിട്ടു. ഹിമ. നിക്കർ നമ്പർ 2 റിജി. നിക്കർ ഇടാൻ പോവാണ് നിങ്ങൾ. ഓക്കെ, 3, 2, 1 ഗോ. ഭയങ്കര സൈലന്റ് ആണല്ലോ ഇവരുടെ നിക്കറിടിയിൽ. നല്ലോണം കൈയടിക്ക്. Come on, Hima. Come on, Richi. Aripoli, come on.
ചരിഞ്ഞു കയറ്റ്. ചരിച്ച് കയറ്റ്, ചരിച്ച്. ഇക്കയുടെ ഐഡിയ ചരിഞ്ഞ്. റിജി നിസ്സാരം. സമയം പൊക്കോണ്ടിരിക്കുന്നു. 10 9 താഴെ പോരുത്, തിരിച്ചു വരണം. 1 0 കഴിയും. അല്ല, ഈ സുമിത്തും ഹിമയും ഒരേ ഒരു സ്ട്രാറ്റജി രണ്ടുപേരും ഒരേപോലെ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ, നിക്കറിട്ടതിന് ശേഷം ടോപ്പ് ഇങ്ങോട്ട് താഴത്തേക്ക് ഇടും. അപ്പൊ വളരെ വൃത്തിയായിട്ട് തോന്നും. പക്ഷെ കാണാൻ രസമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്തും ഒരു പൊടിക്ക് ഹിമയാണ് ബെറ്റർ ആയി നിൽക്കുന്നത്. അപ്പൊ രണ്ടുപേരും കൂടി നോക്കുമ്പോ ടീം ഹിമ തന്നെയാണ്. ഗൈസ്, നിക്കർ വിത്ത് സ്റ്റിക്കർ എന്ന് പറയുന്ന ഈ ഒരു ടാസ്കിൽ 2 നിക്കറും കൊടുത്ത നിക്കർ രണ്ടുപേരും ഭംഗിയായിട്ടിട്ട് സൂപ്പർ സ്റ്റാർ ഗാലറിയിലേക്ക് പോകാൻ സെലക്ട് ആയിരിക്കുന്ന സൂപ്പർ സ്റ്റാർ കപ്പിൾ ഷീറ്റും ഹിമ ആൻഡ് സുമിത്. പല ടാസ്കുകളും ജയിച്ച് നെഞ്ചു വിരിച്ചാണ് പല സൂപ്പർ സ്റ്റാർ കപ്പിൾസ് ആ ഗാലറിയിലേക്ക് പോയിട്ടുള്ളത്. നിക്കർ കപ്പിൾസ് ആയിട്ട് ആദ്യമായിട്ട് പോകാൻ പോകുന്നത് ഹിമയും സുമിത്തുമാണ്. രഞ്ജിത്ത് ആൻഡ് റിജി അവരെ ആനയിച്ച് അവിടെ കൊണ്ടിരുന്നു. നല്ല കൈഡി. ഓക്കെ, അങ്ങനെ ഒരുപാട് ടാസ്കുകൾ കഴിഞ്ഞു. ഒരുപാട് പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി. ഓക്കെ, ഇനി നമ്മളൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ അടിപൊളി സെഗ്മെന്റുകളാണ്. അതിലൊരു സെഗ്മെന്റ്. ഓക്കെ, ഫൈബർ ടെക്നോളജി ഉള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് പ്രൗഡ്ലി പ്രസൻസ് അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ റൗണ്ട്. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ തീം സോങ് കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റിൻ ബിബിനോടെ അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തു. ഇനി അതിന്റെ നിഖിലിന്റെയും ലെനയുടെയും പോർഷനാണ് നമ്മള് കാണാൻ പോകുന്നത്. റെഡി ഗൈസ്? ഓക്കെ, ജിപി ഡിപി റെഡി അല്ലേ? ഓക്കെ, Mr. and Mrs. 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 കാലത്ത് വന്നരക്കിണിക്കവൻ എടുത്തു വച്ച കാപ്പിക്ക് മുമ്പ് ചേർത്തതും ഫോണിൽ കളിച്ചിരുന്നു നേരമൊട്ടു പോയതിന്റെ കോപം തലക്കടിച്ചതും കണ്ണൊന്നു കൂടിയ വെള്ളം മടങ്ങിയ കെട്ടിയോന് കെട്ടിയോടൊരുട്ട തോഴിയായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഈ കോൺസെപ്റ്റ് ആരുടെയായിരുന്നു, എസ്പെഷ്യലി അവസാനത്തെ സംഭവം? ഇത് ഞങ്ങളുടെ തന്നെ ജീവിതത്തിൽ നടന്ന സംഭവത്തിൽ നിന്നും ഇത് നടന്നാലോ ഒരു പ്രാവശ്യം ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പണി പാളിയായിരുന്നു. ഒന്ന് കട്ട് ചെയ്യാൻ കൊടുത്തു. അപ്പൊ പുള്ളിക്കാരത്തി നല്ലൊരു പണി തന്നു. അപ്പൊ അത് പിന്നെ ഞങ്ങള് ഒന്ന് വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ. എനിക്കത് വളരെ ഇന്റലിജന്റ് യൂസേജ് ആയി തോന്നി. കാരണം എന്തായാലും ഒരു ടാസ്കില് ക്യാരക്ടർ ചേഞ്ചിൽ താടി എടുക്കണമായിരുന്നു. അപ്പൊ ഈ സാധനത്തിലും കൂടി അത് രണ്ടും കൂടി ക്ലബ് ചെയ്തോ? അതെ, അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. ആരാണ് ആ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ്? അവർക്കറിയാമായിരുന്നു അവരതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത്? നമുക്കൊരു 4 പേര് വേണമായിരുന്നു. അപ്പോ നമ്മൾ സാധാരണ വീഡിയോസ് ചെയ്യാൻ വിളിക്കുമല്ലോ. അപ്പം അങ്ങനെ എനിക്ക് അങ്ങോട്ട് പോകാറുണ്ട്. അപ്പൊ വീഡിയോ ചെയ്യാനാണെന്നേ പറഞ്ഞോളൂ, ഡാൻസിനാണെന്ന് പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ആരും വരത്തില്ലായിരുന്നു. അതിൽ ബ്ലാക്ക് ഷർട്ട് ഇട്ട് മുടി ഇങ്ങനെ പുറകിലേക്ക് കെട്ടിവെച്ചാരാ? എന്തായാലും ആ 4 ചേട്ടന്മാർക്ക് ഒരു ഗംഭീര കൈയടി.
നമ്മൾ എന്തായാലും ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് നിഖിലിന്റെയും ലെനയുടെയും ആ ഒരു ഡാൻസോട് കൂടി തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ആ 4 പേരുടെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ആയിട്ട് ഞാന് ഷിട്ടു ദീപി ജിപി കൺകുളിർക്കെ കണ്ടു. ഞാൻ ആ ബ്ലാക്ക് ആണ്. വാ വാ വാ. Mr. and Mrs. 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 Mr. and അപ്പൊ ഇതേപോലുള്ള ഒരുപാട് അടിപൊളി ടാസ്കുകളും പണികളും ഡാൻസുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ അടുത്ത എപ്പിസോഡിൽ ഇനി വരത്തുള്ളൂ. സമയം കഴിഞ്ഞു പോയി. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡ് കാണാം അല്ലേ ഗൈസ്? അതെ, നെക്സ്റ്റ് വീക്ക് നമ്മൾ കാണാം. അതുവരെ ദിസ് ഇസ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആൻഡ് BS Finoni ഹെയർ കളർ ഷാംപൂ കോ പ്രസൻസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് Blockbuster partner My Generation Digital Health, co-powered by Asian Paints, Ultimax Antiseptic Disinfectant Liquid, Food Locker, Bima Jewels, സ്പെഷ്യൽ പാർട്ണർ സോഫിക്. Good